വണ്ടി അങ്ങനെ സർവീസ് ആയിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് 5000-ലാണ് വരിക. 2.5 മാസം കൊണ്ടാണ് 5000 കിലോമീറ്ററിൻ്റെ മുകളിലായത്. 5000-ൻ്റെ മുകളിലായി. ബുക്കിംഗ് ആയിരുന്നു സർവീസിന്. അങ്ങനെ ബുക്കിംഗ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇത്ര കിലോമീറ്റർ ആയത്. ഇപ്പോൾ ഫസ്റ്റ് സർവീസ് എങ്ങനെയുണ്ട് നോക്കാം. 5000 കിലോമീറ്റർ ആയിട്ടും ബാറ്ററിയിൽ വലിയ മാറ്റമൊന്നുമില്ല. ഞാൻ മുന്നേ ഒരു ബാറ്ററീൻ്റെ ടെസ്റ്റിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. ഈ ഭാഗത്ത് എത്തുമ്പോൾ 96 ആയിരുന്നു അന്നും. ഇന്നിപ്പോൾ ട്രിപ്പ് മീറ്റർ സ്റ്റാർട്ടായിട്ടുണ്ട്. 2.2 97%. ഈ ഭാഗത്തു നിന്നാണ് 96 ആവല്. 96% ബാറ്ററി. ഇപ്പോൾ എത്രയോ കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാലും ഈ ഭാഗത്തുനിന്ന് വീട്ടിൽ നിന്ന് പുറപ്പെടും കേട്ടോ. ഒരേ ഏരിയയാണ് ഇത്. നമ്മൾ ഓഫീസിലേക്ക് പോകുന്ന ഏരിയയാണ്. 96 ബാറ്ററി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഭാഗത്തുനിന്നും അതേ പോയിന്റിൽ തന്നെയാണ് ബാറ്ററി ശതമാനം മാറിയത്. പിന്നെ മുന്നൊക്കെ 96 ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി കുറച്ച് വീക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇതേ ടെസ്റ്റ് 10,000-ലും 20,000-ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതേ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി അതേ കണ്ടീഷനിലായിരിക്കും. ബാറ്ററി വീക്കാണെങ്കിൽ ഇതിൻ്റെ മുന്നേ, അതായത് 2 കയറ്റം കയറാറുണ്ട്. ശരിക്കും ഒരു വലിയ കയറ്റമാണ്. അതൊക്കെ കഴിഞ്ഞിട്ടും ഇതേ ശതമാനത്തിൽ നിന്ന് വളരെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ബാറ്ററി വീക്കായിട്ടുണ്ട്. 95% 4.9 നമ്മൾ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററിയിലൊന്നും മാറ്റം വന്നിട്ടില്ല. ഏകദേശം ഇപ്പോൾ 100 കിലോമീറ്ററിൻ്റെ ആ ലെവലിൽ തന്നെ റേഞ്ച്. നമ്മൾ സിപ്പ് മോഡിലാണ് പോകുന്നത്. പക്ഷേ മെല്ലെ പോയി സൂക്ഷിച്ച് വരണം, കത്തിച്ച് വിടാൻ പറ്റില്ല. ഇവിടെ എത്തിയപ്പോൾ 94 അതായത് 95%. 5 മാക്സിമം ഓടിയിട്ടാണ് വന്നത്. റൂട്ടുണ്ടായതുകൊണ്ട് രാവിലെ തന്നെ വരാൻ പറഞ്ഞതാണ്. $5,300 കിലോമീറ്ററിൻ്റെ അടുത്തായി. മേജർ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ സാധാരണ ഉള്ളതാണ്, എല്ലാ വണ്ടിക്കും ഉണ്ട്. ഇത് ചെറിയൊരു ടൈം. 5 വണ്ടി ഒരേ സമയം സർവീസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. മലപ്പുറം ഷോറൂമാണ്. $12.5 ഒരു 9:30 കൊടുത്തതേനു. ഡ്യൂട്ടിണ്ടായതുകൊണ്ട് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തു. വണ്ടി വാഷ് ചെയ്ത് റെയിൻകോട്ടൊക്കെ ഉണ്ട്. അതിൽ വാഷ് ചെയ്തതിൻ്റെ സവാലൊക്കെ ഇവിടെ ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല, പൊടി വെച്ചിട്ടില്ല.